നമസ്കാരം. ഹരി വിജെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ ഈ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ച എൻ്റെ സുഹൃത്തും എന്നെ സ്നേഹിക്കുന്നവരും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്ത് എന്ന് വെച്ചാൽ ഓരോ ഗ്രഹങ്ങളെ നമ്മൾ ഗ്രഹനിലയിൽ ഇന്നലെ നമ്മൾ ഗ്രഹനിലയെക്കുറിച്ച് പഠിച്ചു. ആ ഗ്രഹനിലയിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അത് മെൻഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അത് ഷോർട്ട് ഫോം. നമ്മൾ ഓരോ ഇതിലും നമ്മൾ ഗ്രഹനിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോയിടത്തും നമ്മൾ ഓരോ ചുരുക്കപ്പേരിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അതിലെ ഓരോ അക്ഷരങ്ങളായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കലണ്ടറുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിലൊക്കെ ഇങ്ങനെ ഒരു അക്ഷരം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ല എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലഗ്നം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലഗ്നം നമ്മൾ ഈ ഗ്രഹനിലയിലെ 12 കളങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതിലെ ലഗ്നം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്ന ആ സംഭവിക്കുന്ന സമയത്ത് സൂര്യൻ്റെ പൊസിഷൻ കിഴക്ക് ചക്രവാളത്തിലുള്ള ആ പൊസിഷനെയാണ് ലഗ്നം എന്ന് പറയുക. അപ്പോൾ അതാണ് ല എന്നാണ് അതിനെ നമ്മൾ എഴുതി ആ ഗ്രഹനിലയിൽ അത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കലൊക്കെ പിന്നുള്ള കാര്യം. പക്ഷേ അത് ല എന്ന് എഴുതിയിട്ടാണ് നമ്മളതിനെ അറിയുന്നത്. അവിടെ നമ്മൾ 1-ാം ഭാവം എന്നാണ് പറയാം, ലഗ്നം എന്നാണ് പറയാം. പിന്നെ ചന്ദ്രനെ കൊണ്ട് നമ്മൾ ചാന്നെഴുതും. പിന്നെ ഗുളികനുണ്ട്, ഗുളികനെ നമ്മൾ മാന്നെഴുതും, മാന്തൻ. പിന്നെ കുജനെ കൊണ്ട് നമ്മൾ കൂന്നെഴുതും, അതായത് ചൊവ്വ. ഗുരുവിനെ കൊണ്ട് നമ്മൾ വ്യാഴം എന്നെഴുതും, അതായത് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വ്യാഴം എന്നാണ്. പിന്നെ സൂര്യനെ കൊണ്ട് നമ്മൾ രാ എന്നെഴുതും. കേതുവിനെ കൊണ്ട് നമ്മൾ ശി എന്നെഴുതും. ബുധനെ കൊണ്ട് നമ്മൾ ബു എന്നെഴുതും. ശുക്രനെ കൊണ്ട് നമ്മൾ ശു എന്നെഴുതും. സർപ്പി അല്ലെങ്കിൽ രാഹു, അതിനെ കൊണ്ട് നമ്മൾ സാ എന്നെഴുതും. ഇങ്ങനെയാണ് ഇതിൻ്റെ ചുരുക്കം നമ്മൾ കാണുക. അപ്പം ഗ്രഹനില, ഒരാളുടെ ഗ്രഹനില എന്ന് പറഞ്ഞാൽ ആ ഗ്രഹനിലയിലെ ഈ ഓരോ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. നമ്മുടെ കലണ്ടറിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അത് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഫുൾ ഫോം നമ്മൾ പഠിച്ചിരിക്കണം, എന്നെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ലഗ്നം എന്ന് ല എന്നും, ചന്ദ്രനെ ച എന്നും, ഗുളികനെ മാ എന്നും, കുജനെ കു എന്നും, ഗുരുവിന് വ്യാഴത്തിനെ ഗുരു എന്നും, രവിയെ സൂര്യനെന്നും, ശിയെ കേതു എന്നും, ബുധനെ ബു എന്നും, മന്ദൻ ശനി എന്നും. മന്ദൻ മ എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പം മന്ദൻ ശനി. സർപ്പി എന്ന് പറഞ്ഞാൽ രാഹു, സാ എന്ന് മാത്രമേ എഴുതുള്ളൂ. ഇങ്ങനെ നമ്മൾ രത്ന ചുരുക്കങ്ങൾ എല്ലാം എഴുതി ഓരോ ഗ്രഹങ്ങളിൽ എവിടെയൊക്കെയാണ് നിൽക്കുന്നെന്നുള്ളതിൻ്റെയൊക്കെ കണക്കുകളൊക്കെയാണ് നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചത്. തുടർന്ന് നമ്മളിങ്ങനെ ഓരോ രാശി ഇതിങ്ങനെ ഗ്രഹനില ഇങ്ങനെ ഈ 12 മാസമുള്ള ഈ കളത്തിനകത്ത് ഇത് പൊസിഷൻ എവിടെയൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കലാണ് നമ്മൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അത് നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. തുടർന്ന് ആ പഠനത്തിൽ നമ്മളിങ്ങനെ വിശദമായിട്ട് ഓരോരോ ഭാഗങ്ങളായി പഠിച്ച് നമ്മളിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പൊസിഷൻ നമുക്ക് കണ്ടാലേ ഈ പൊസിഷൻ്റെ ഈ ചക്രവാളത്തിൽ കൂടെ ഇങ്ങനെ കറങ്ങുന്ന ആ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോഴേ ആ ഭൂമിയിലെ ആ ടൈം എത്ര ടൈമാണോ ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് ആ ടൈമിൽ നമ്മളിപ്പോൾ ഒരു സംഭവം നടന്നെങ്കിൽ ആ സംഭവത്തിൻ്റെ ആ സ്പോട്ട് കണ്ടെത്തുക. അതിനെ സ്ഫുടം എന്നാണ് പറയുക. കൃത്യമായിട്ടുള്ള ആ സ്പോട്ടിനെ സ്ഫുടം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും ലഗ്നമാണെങ്കിൽ ലഗ്നസ്ഫുടം, അല്ലെങ്കിൽ ഏതാണോ ആ ഗ്രഹത്തിൻ്റെ സ്ഫുടം എന്ന് വെച്ചാൽ കൃത്യത, അതെവിടെയാണ് ഇരിക്കുന്നത്, ആ കൃത്യമായിട്ടുള്ള പൊസിഷൻ കണ്ടെത്തുക എന്നുള്ളത്. അതിനാണ് നമ്മൾ സമയം, ഇതിൻ്റെ സഞ്ചരിക്കുന്ന സമയമൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചത് അതിനാണ്. കാരണം ഇതെല്ലാം
ചലിക്കുന്ന ഇത്ര വേഗത്തിലാണ്, എല്ലാം ഒരുപോലെ അല്ലല്ലോ ചലിക്കുന്നത്. അപ്പോൾ ആ ചലിക്കുന്നതിൻ്റെ ആ ചലനം ഓരോന്നിനും വ്യത്യസ്ത വേഗതയിലായതുകൊണ്ട് ആ ഓരോന്നിൻ്റെയും വേഗതയെ ബേസ് ചെയ്തിട്ടൊക്കെയായിരിക്കണം നമുക്ക് ഓരോന്നിനെയും കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഈ കണക്കും പ്രകാരം നമുക്കത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. തുടർന്ന് നമുക്ക് ഈ ജന്മനക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ജനിച്ച നാൾ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അന്ന് രാവിലെ ഉദിച്ച ഉദയ സമയം, അതിനെ ആ സമയത്ത് സൂര്യൻ എവിടെയാണ്, ആ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ ആ പൊസിഷൻ എവിടെ, ഇങ്ങനെയൊക്കെയാണ് അതിനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ചുരുക്കെഴുത്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ഈ പറയുന്ന ചുരുക്കെഴുത്ത് ഷോർട്ട് ഫോം നമ്മൾ ഇത് കണ്ടുപിടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഈ ഷോർട്ട് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഷോർട്ട് ഫോമിൽ കൂടി പിന്നെ ഈ ഓരോ സ്ഥാനത്ത് ഇത് നിൽക്കുന്നത്. അപ്പം ഈ ജാതകം നമ്മളൊരു കാര്യം, ഒരു പ്രശ്നവുമായിട്ട് ഒരാളെടുക്കെ ചെല്ലുമ്പോഴേ എങ്ങനെയാണ് നമ്മൾ പ്രശ്നം കണ്ടെത്തുക? കാരണം അയാൾ വന്ന സമയത്ത് ഈ ഗ്രഹങ്ങൾ ഏത് പൊസിഷനിലൊക്കെ ഇന്ന് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആ ഗ്രഹനില പറയും എന്നാണ് പറയുക. കാരണം ഈ ഗ്രഹനിലയിൽ ഈ ടൈമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ഗ്രഹങ്ങളുടെയും ഓരോ ഗ്രഹങ്ങൾക്കും നമ്മൾ ഓരോ പദവി കൊടുത്തിട്ടുണ്ട്. ആ പദവി ഉപയോഗിച്ചാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തുക. അപ്പോൾ ഒരാളൊരു കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ആളിൻ്റെ വരുന്ന സമയത്തുള്ള ഗ്രഹനിലയിലെ ആ ലഗ്നത്തെ നമ്മൾ കാണും. ആ ലഗ്നത്തെ കാണുമ്പോൾ ആ ലഗ്നം ഇതെവിടെയാണ് എന്ന് നമ്മൾ ലഗ്നസ്ഫുടം, അത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗ്രഹനില കിട്ടും നമുക്ക്. കാരണം ഇപ്പോൾ നമ്മൾ ഒത്തിരി മറ്റ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളതിനെ ഗണിച്ചെടുത്തത് ഒത്തിരി വർക്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം നമ്മളെ വിരൽത്തുമ്പത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്, എല്ലാം കൊണ്ടും നമുക്കിതിനെ പെട്ടെന്ന് നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. ആ രീതിയിലേക്ക് ജ്യോതിഷം നമ്മൾ ലളിതമാക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ നമ്മൾ ഏത് കാര്യം അതാണ്, കഠിനമായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ ലളിതമാക്കി നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാലമായത്. അപ്പോൾ അതുകൊണ്ട് തുടർന്ന് നമ്മൾ ഈ പറയുന്ന രാശി ചക്രത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതും അതുപോലെ തന്നെ രാശി ചക്രത്തിൽ ഈ ചുരുക്ക് അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് ഫോം എഴുതുമ്പോഴേ ഈ ഷോർട്ട് ഫോം എഴുതി നമ്മൾ ഓരോരോ ഭാഗങ്ങളിൽ അത് ഓരോരോ ഭാഗങ്ങളിൽ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ പിന്നീട്. ചുരുക്കെഴുത്താണ് നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ്